നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ദേവി മഹാത്മ്യം ചാനലിലേക്ക് സ്വാഗതം. പലരും ചോദിക്കാറുള്ള ഒരു പ്രധാന കാര്യമാണ്, തിരുമേനി, ഞങ്ങൾ വാസ്തുശാസ്ത്രമൊക്കെ കൃത്യമായി നോക്കി വീട് പണിതാണ് താമസം തുടങ്ങിയത്. പക്ഷേ പ്രതീക്ഷിച്ചതുപോലെ ഒരു ഐശ്വര്യമില്ല. എല്ലാ കാര്യങ്ങൾക്കും തടസ്സം മാത്രം. മനസ്സമാധാനത്തോടെ ആ വീട്ടിലൊന്ന് കഴിയാൻ പറ്റുന്നില്ല. എന്താണിതിന് കാരണം? വാസ്തു എന്നത് വീടിൻ്റെ ആകൃതിയിലും ദിശകളിലും മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല. പലപ്പോഴും നമ്മുടെ വീട്ടിൽ നാം അറിഞ്ഞോ അറിയാതെയോ സൂക്ഷിച്ചിരിക്കുന്ന ചില വസ്തുക്കളാവാം ഈ പ്രതികൂല ഊർജത്തിന്, അതായത് നെഗറ്റീവ് എനർജിക്ക് കാരണം. പൊട്ടിയ കണ്ണാടികൾ, ഉപയോഗശൂന്യമായ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, അല്ലെങ്കിൽ ഉണങ്ങിയ ചെടികൾ, ഇവയെല്ലാം വീട്ടിലെ പോസിറ്റീവ് എനർജിയെ തടസ്സപ്പെടുത്തുന്നവയാണ്. വീടിൻ്റെ ഘടന എത്ര കൃത്യമായാലും ഉള്ളിലുള്ള വസ്തുക്കളുടെ ക്രമീകരണവും ശുദ്ധിയും പ്രധാനമാണ്. ഈ നെഗറ്റീവ് ഊർജത്തെ എങ്ങനെ തിരിച്ചറിയാമെന്നും ഒഴിവാക്കാമെന്നും നമുക്ക് നോക്കാം. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോ തുടർന്ന് കാണുക. വീടിന്റെ അകത്തളം വൃത്തിയാക്കി വെക്കുന്നത് പോലെ തന്നെ പ്രധാനമാണ് വീടിന്റെ ചുറ്റുപാടുകൾ ശ്രദ്ധിക്കുക എന്നതും. പലപ്പോഴും പുതിയ വീടിന്റെ പണി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ബാക്കി വന്ന മരക്കഷ്ണങ്ങൾ, ഇഷ്ടികകൾ, ടൈൽ കഷ്ണങ്ങൾ അല്ലെങ്കിൽ മണൽ ചാക്കുകൾ എന്നിവ വീടിന്റെ ഭിത്തിയോട് ചേർത്ത് കൂട്ടിയിടും. എന്നാൽ ഇത് വാസ്തുപരമായി വലിയൊരു ദോഷമാണെന്ന് പലരും തിരിച്ചറിയുന്നില്ല. വീടിന്റെ പ്രധാന ഭിത്തിയോട് ചേർന്ന് ഇത്തരം അവശിഷ്ടങ്ങൾ സൂക്ഷിക്കുന്നത് വീട്ടിലേക്കുള്ള പോസിറ്റീവ് എനർജിയുടെ പ്രവാഹത്തെ തടസ്സപ്പെടുത്തും. ഇത് സാമ്പത്തിക തടസ്സങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കിടയിൽ അനാവശ്യമായ മനക്ലേശങ്ങൾക്കും കാരണമായേക്കാം. വീടിന്റെ ഭിത്തി എപ്പോഴും ഫ്രീ ആയിരിക്കണം. അവിടെ മാലിന്യങ്ങളോ ഉപയോഗശൂന്യമായ വസ്തുക്കളോ കൂട്ടിയിടാൻ പാടില്ല. നിങ്ങളുടെ വീട്ടിലും ഇത്തരത്തിൽ ഭിത്തിയോട് ചേർത്ത് വസ്തുക്കൾ വെച്ചിട്ടുണ്ടെങ്കിൽ അവ ഉടൻ തന്നെ അവിടെ നിന്ന് മാറ്റുക. ചുറ്റുപാടും വൃത്തിയായി സൂക്ഷിക്കുന്നത് വഴി ഐശ്വര്യം തടസ്സമില്ലാതെ നിങ്ങളുടെ വീട്ടിലേക്ക് കടന്നുവരും. ചെടികൾ വീടിന് ഭംഗിയും പോസിറ്റീവ് എനർജിയും നൽകുന്നവയാണ്. എന്നാൽ എല്ലാ ചെടികളും വീട്ടിൽ വളർത്താൻ അനുയോജ്യമല്ല. വാസ്തുശാസ്ത്രപ്രകാരം റോസാച്ചെടി ഒഴികെ മുള്ളുകളുള്ള മറ്റു ചെടികൾ വീടിന്റെ പരിസരത്ത് വളർത്തുന്നത് പ്രതികൂല ഊർജത്തിന് അല്ലെങ്കിൽ നെഗറ്റീവ് എനർജിക്ക് കാരണമാകും. പലപ്പോഴും വീടുപണി നടക്കുന്ന സമയത്ത് മറ്റുള്ളവരുടെ ദൃഷ്ടിദോഷമേൽക്കാതിരിക്കാൻ നമ്മൾ കള്ളിമുൾ ചെടികൾ മുൻവശത്ത് തൂക്കാറില്ലേ? പണി നടക്കുമ്പോൾ അത് ഗുണകരമാണെങ്കിലും വീട്ടിൽ താമസം തുടങ്ങിക്കഴിഞ്ഞാൽ ഇത്തരം ചെടികൾ അവിടെ നിന്നും മാറ്റേണ്ടത് അത്യാവശ്യമാണ്. മുള്ളുകൾ തർക്കങ്ങളെയും ശത്രുതയെയും സാമ്പത്തിക തടസ്സങ്ങളെയുമാണ് സൂചിപ്പിക്കുന്നത്. ഇവ വീടിന്റെ ഉമ്മറത്തോ പരിസരത്തോ ഇരിക്കുന്നത് കുടുംബാംഗങ്ങൾക്കിടയിൽ അനാവശ്യമായ ദേഷ്യത്തിനും അസ്വസ്ഥതകൾക്കും വഴിതെളിക്കും. അതുകൊണ്ട് നിങ്ങളുടെ വീട്ടുമുറ്റത്ത് അനാവശ്യമായ മുള്ളുള്ള ചെടികളുണ്ടെങ്കിൽ അവ മാറ്റി പകരം തുളസിയോ മറ്റ് ഐശ്വര്യപ്രദമായ ചെടികളോ വച്ചുപിടിപ്പിക്കാൻ ശ്രദ്ധിക്കുക. പലപ്പോഴും നമ്മൾ നിസ്സാരമെന്ന് കരുതി അവഗണിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് വീട്ടിലെ വാതിലുകളുടെയോ ജനലുകളുടെയോ അതുമല്ലെങ്കിൽ അലമാരകളുടെയോ കുറ്റികളും പൂട്ടുകളും ശരിയായി പ്രവർത്തിക്കാത്ത അവസ്ഥ. കുറ്റിയിടാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയോ വാതിൽ തുറക്കുമ്പോൾ അലോസരപ്പെടുത്തുന്ന ശബ്ദമുണ്ടാകുകയായോ ചെയ്യുന്നത് വാസ്തുശാസ്ത്രപരമായി വലിയ ഒരു ദോഷമാണ്. വീട്ടിലെ വാതിലുകളും ജനലുകളും തടസ്സമില്ലാതെ തുറക്കാനും അടയ്ക്കാനും സാധിക്കണം. ഇവയുടെ കുറ്റികൾ ശരിയായി പ്രവർത്തിക്കുന്നില്ലെങ്കിൽ അത് ആ വീട്ടിലെ താമസക്കാരുടെ കാര്യതടസ്സങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. പ്രത്യേകിച്ചും അലമാരകളുടെ പൂട്ടുകൾക്കുണ്ടാകുന്ന തകരാർ സാമ്പത്തികമായ തടസ്സങ്ങൾക്കും ഐശ്വര്യം ചോർന്നു പോകുന്നതിനും കാരണമാകും. ഇത്തരം ചെറിയ തകരാറുകൾ പോലും വീട്ടിലെ പോസിറ്റീവ് എനർജിയുടെ ഒഴുക്കിനെ തടയും. അതുകൊണ്ട് നിങ്ങളുടെ വീട്ടിൽ ഏതെങ്കിലും വാതിലോ അലമാരയോ ഇത്തരത്തിൽ ശരിയായി പ്രവർത്തിക്കുന്നില്ലെങ്കിൽ അവ ഉടൻ തന്നെ നന്നാക്കാൻ ശ്രദ്ധിക്കുക. ചെറിയ മാറ്റങ്ങൾ വലിയ ഐശ്വര്യം കൊണ്ടുവരും. നമ്മളിൽ പലർക്കുമുള്ള ഒരു ശീലമാണ് പഴയ വസ്തുക്കളോടുള്ള അടുപ്പം കാരണം അവ കേടായാലും വീട്ടിൽ തന്നെ സൂക്ഷിക്കുക എന്നത്. എന്നാൽ വാസ്തുശാസ്ത്രം പറയുന്നത് പൊട്ടിയതോ കേടായതോ ആയ വസ്തുക്കൾ ഭവനത്തിൽ സൂക്ഷിക്കുന്നത് അതീവ ദോഷകരമാണെന്നാണ്. അതെത്ര വിലപിടിപ്പുള്ള വസ്തുവാണെങ്കിലും ശരി, പൊട്ടിപ്പോയാൽ അവ ഉടൻ തന്നെ വീട്ടിൽ നിന്നും ഉപേക്ഷിക്കുന്നതാണ് നന്ന്. പൊട്ടിയ കണ്ണാടികൾ, വിള്ളലേറ്റ പാത്രങ്ങൾ, നിശ്ചലമായ ഘടികാരങ്ങൾ അല്ലെങ്കിൽ പ്രവർത്തിക്കാത്ത ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, ഇവയെല്ലാം വീട്ടിൽ പ്രതികൂല ഊർജത്തെ, അതായത് നെഗറ്റീവ് എനർജിയെ ക്ഷണിച്ചു വരുത്തും. ഇത്തരം വസ്തുക്കൾ വീട്ടിലിരിക്കുന്നത് കുടുംബാംഗങ്ങൾക്കിടയിൽ കലഹങ്ങൾക്കും മാനസികമായ പിരിമുറുക്കങ്ങൾക്കും സാമ്പത്തികമായ ഇടിവിനും കാരണമായേക്കാം.
കേടായ വസ്തുക്കൾ ദാരിദ്ര്യത്തിൻ്റെ പ്രതീകമായാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ വീട്ടിൽ ഇത്തരത്തിൽ ഉപയോഗശൂന്യമായതോ പൊട്ടിയതോ ആയ വസ്തുക്കളുണ്ടെങ്കിൽ അവ ഒഴിവാക്കി വീട്ടിൽ പോസിറ്റീവ് എനർജി നിറയ്ക്കാൻ ശ്രദ്ധിക്കുക. വാസ്തുശാസ്ത്രപ്രകാരം ഒരു വീടിന്റെ ഐശ്വര്യം നിർണ്ണയിക്കുന്നതിൽ ആ വീടിന്റെ ഓരോ മൂലകൾക്കും വലിയ സ്ഥാനമാണുള്ളത്. ഇതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വടക്ക് കിഴക്ക് ഭാഗവും തെക്ക് പടിഞ്ഞാറ് ഭാഗവും. വടക്ക് കിഴക്ക് അല്ലെങ്കിൽ ഈശാന കോൺ എന്നത് ഈശ്വര ചൈതന്യം ഒഴുകിയെത്തുന്ന ഭാഗമാണ്. അതുപോലെ തന്നെ തെക്കു പടിഞ്ഞാറ് അല്ലെങ്കിൽ കന്നിമൂല എന്നത് വീടിന്റെ സ്ഥിരതയെയും സാമ്പത്തിക ഭദ്രതയെയും സൂചിപ്പിക്കുന്നു. ഈ രണ്ട് ഭാഗങ്ങളും ഒരിക്കലും അലങ്കോലമായി കിടക്കാൻ പാടില്ല. ഇവിടെ പഴയ സാധനങ്ങളോ മാലിന്യങ്ങളോ അല്ലെങ്കിൽ ഉപയോഗശൂന്യമായ വസ്തുക്കളോ കൂട്ടിയിടുന്നത് ആ വീട്ടിലെ താമസക്കാരുടെ മാനസിക സമാധാനത്തെയും വളർച്ചയെയും ദോഷകരമായി ബാധിക്കും. ഈ ഭാഗങ്ങൾ എപ്പോഴും വൃത്തിയായും പ്രകാശപൂരിതമായും സൂക്ഷിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്ക് വീടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗത്തെക്കുറിച്ച് സംസാരിക്കാം. അതാണ് ബ്രഹ്മസ്ഥാനം. വീടിന്റെ കൃത്യം മധ്യഭാഗത്തെയാണ് നാം ബ്രഹ്മസ്ഥാനമെന്ന് വിളിക്കുന്നത്. ഒരു മനുഷ്യ ശരീരത്തിൽ നാഭി എപ്രകാരമാണോ അതുപോലെയാണ് വീടിന്റെ കാര്യത്തിൽ ബ്രഹ്മസ്ഥാനം. പ്രപഞ്ചശക്തികൾ കേന്ദ്രീകരിക്കുന്ന ഈ ഭാഗം എപ്പോഴും ഒഴിച്ചിടണമെന്നാണ് വാസ്തുശാസ്ത്രവിധി. ബ്രഹ്മസ്ഥാനത്ത് ഭാരമേറിയ വസ്തുക്കൾ വെക്കുന്നതോ അവിടെ തൂണുകളോ ഭിത്തികളോ വരുന്നതോ ആ വീടിന്റെ ഐശ്വര്യത്തെ കെടുത്തിക്കളയും. ബ്രഹ്മസ്ഥാനം വൃത്തിയായും ഭാരമില്ലാതെയും നിലനിർത്തിയാൽ മാത്രമേ വീട്ടിലുടനീളം പോസിറ്റീവ് എനർജി തടസ്സമില്ലാതെ പ്രവഹിക്കുകയുള്ളൂ. ഇത് കുടുംബാംഗങ്ങളുടെ ആരോഗ്യത്തിനും ആയുസ്സിനും അതീവ ഗുണകരമാണ്. പലപ്പോഴും വീടിനുള്ളിൽ സ്ഥലം ലാഭിക്കാൻ വേണ്ടി നമ്മൾ മധ്യഭാഗത്ത് അനാവശ്യമായ ഫർണിച്ചറുകളോ മറ്റ് അലങ്കാര വസ്തുക്കളോ വെക്കാറുണ്ട്. എന്നാൽ ഇത് അറിഞ്ഞോ അറിയാതെയോ നിങ്ങളുടെ വീടിന്റെ ഊർജത്തെ തളർത്തുകയാണ് ചെയ്യുന്നത്. വടക്ക് കിഴക്ക് ഭാഗത്ത് ഒരു നിലവിളക്ക് കൊളുത്തിവെക്കുന്നതും ബ്രഹ്മസ്ഥാനം നിർമ്മലമായി സൂക്ഷിക്കുന്നതും വീട്ടിൽ ഐശ്വര്യം നിറയാൻ സഹായിക്കും. വാസ്തു എന്നത് വെറുമൊരു ശാസ്ത്രമല്ല, മറിച്ച് പ്രകൃതി ശക്തികളുമായി ഇണങ്ങി ജീവിക്കാനുള്ള ഒരു വഴികാട്ടിയാണ്. നിങ്ങളുടെ വീട്ടിലും ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധിച്ചാൽ തടസ്സങ്ങൾ മാറി ഐശ്വര്യം വരുന്നത് നേരിട്ട് അനുഭവിക്കാൻ സാധിക്കും. നമ്മൾ ഇതുവരെ ചർച്ച ചെയ്ത വാസ്തു നിയമങ്ങളെല്ലാം പാലിക്കുന്നതിനോടൊപ്പം തന്നെ വീട്ടിലെ പോസിറ്റീവ് എനർജിയെ 100 ഇരട്ടിയായി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒന്നാണ് ശ്രീയന്ത്രം. യന്ത്രങ്ങളുടെ രാജാവ് എന്നാണ് ശ്രീയന്ത്രം അറിയപ്പെടുന്നത്. സാക്ഷാൽ മഹാലക്ഷ്മിയുടെ ചൈതന്യം കുടികൊള്ളുന്ന ശ്രീയന്ത്രം ഏതൊരു വീട്ടിലുണ്ടോ അവിടെ ദാരിദ്ര്യമോ ഐശ്വര്യക്കേടോ ഉണ്ടാവില്ല എന്നാണ് വിശ്വാസം. വാസ്തുപരമായ ചെറിയ ദോഷങ്ങൾ പോലും പരിഹരിക്കാൻ ഈ വിശുദ്ധ യന്ത്രത്തിന് സാധിക്കും. കേവലം ഒരു ലോഹകഷ്ണമല്ല ഇത്, മറിച്ച് പ്രപഞ്ചത്തിലെ അനന്തമായ ഊർജത്തെ നമ്മുടെ വീട്ടിലേക്ക് ആവാഹിക്കുന്ന ഒരു ദിവ്യരൂപമാണ്. നിങ്ങളുടെ വീട്ടിലെ പൂജാമുറിയിലോ ബിസിനസ് സ്ഥാപനങ്ങളിലോ വയ്ക്കാൻ അനുയോജ്യമായ ഒന്നാണ് അഷ്ടധാതുമേരു ശ്രീ ബ്രാസ് യന്ത്രം. അഷ്ടധാതുമേരു ശ്രീ ബ്രാസ് യന്ത്രം 3 ഇഞ്ച് വലിപ്പമുള്ള പിച്ചളയിൽ തീർത്ത ഈ മേരുയന്ത്രം അതിൻ്റെ കൃത്യമായ അളവുകൾ കൊണ്ടും നിർമ്മാണ ശൈലി കൊണ്ടും അതീവ ഫലദായകമാണ്. അഷ്ടധാതുക്കളുടെ സാന്നിധ്യം ഇതിൻ്റെ ഊർജത്തെ കൂടുതൽ ശുദ്ധീകരിക്കുന്നു. സാധാരണക്കാർക്കും താങ്ങാനാവുന്ന വിലയിൽ ലഭ്യമാകുന്ന ഈ ശ്രീയന്ത്രം നിങ്ങളുടെ വീട്ടിൽ വടക്ക് കിഴക്ക് ഭാഗത്തോ പൂജാമുറിയിലോ വച്ച് നിത്യവും ആരാധിക്കുന്നത് വഴി സാമ്പത്തിക തടസ്സങ്ങൾ നീങ്ങാനും കുടുംബത്തിൽ ഐശ്വര്യം നിറയാനും സഹായിക്കും. പലപ്പോഴും വില കൂടിയ പരിഹാരങ്ങൾ ചെയ്യാൻ കഴിയാത്തവർക്ക് ഒരു വലിയ അനുഗ്രഹമാണ് ഈ ശ്രീയന്ത്രം. ഐശ്വര്യവും സമൃദ്ധിയും ആഗ്രഹിക്കുന്ന ആർക്കും ഇത് സ്വന്തമാക്കാവുന്നതാണ്. ഈ വിശുദ്ധമായ അഷ്ടധാതു മേരു ശ്രീയന്ത്രം നേരിട്ട് വാങ്ങുന്നതിനായി ഈ വീഡിയോയ്ക്ക് താഴെയുള്ള ഷോപ്പിംഗ് ചിഹ്നത്തിലോ ഉൽപ്പന്നങ്ങളുടെ ലിസ്റ്റിലോ ക്ലിക്ക് ചെയ്താൽ മതിയാകും. വളരെ എളുപ്പത്തിൽ അവിടെ നിന്നും നിങ്ങൾക്കിത് ഓർഡർ ചെയ്യാവുന്നതാണ്. പ്രപഞ്ചത്തിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ കുടുംബത്തിലേക്ക് കടന്നുവരാൻ ഇതൊരു നിമിത്തമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വാസ്തുവിനെക്കുറിച്ചും ജീവിത വിജയത്തെക്കുറിച്ചുമുള്ള കൂടുതൽ അറിവുകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പ്രാർത്ഥനയോടെയും വിശ്വാസത്തോടെയും മുന്നോട്ടു പോകുക. ഐശ്വര്യം നിങ്ങളെ തേടിയെത്തും. നന്ദി, നമസ്കാരം.